ഹലോ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് GERD ആണ്, അതായത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. അപ്പം എന്താ റിഫ്ലക്സ് ഓഫ് ദി സ്റ്റൊമക് കണ്ടൻസ് ഇൻ ടു ദി ഈസോഫാഗസ്, അതാണ് GERD എന്ന് പറയുന്നത്. ഫസ്റ്റ്ലി അതിന് രണ്ട് ടൈപ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്നെങ്കിൽ ഫിസിയോളജിക്കൽ GERD ആയിരിക്കും, അത് മെയിനായിട്ട് ഇൻഫൻസിയിലായിരിക്കും കാണുന്നത്. അത് 1 ഇയർ ആകുമ്പോഴത്തേക്കിന് തനിയെ റിസോൾവ് ചെയ്ത് പൊക്കോളും. അതേസമയം പത്തോളജിക്കൽ GERD എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പിറേറ്ററി സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടാവണം. ബിക്കോസ് ഈ GERD കാരണം കണ്ടൻസ് ലങ്സിലോട്ട് ആസ്പിറേറ്റ് ചെയ്ത് ന്യൂമോണിയ ഒക്കെ ഉണ്ടായി റെസ്പിറേറ്ററി സിംറ്റംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈസോഫാജൈറ്റിസ് റിലേറ്റഡ് സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഫെയിലിയർ ടു ത്രൈവ്, അതായത് കുഞ്ഞുങ്ങളിൽ വെയിറ്റ് ഉണ്ടാവുന്നില്ല, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പത്തോളജിക്കൽ GERD എന്ന് പറയാം. പിന്നെ നമ്മളിത് എങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ നമുക്ക് കോൺട്രാസ്റ്റ് ഈസോഫേജിയോഗ്രാം അല്ലെങ്കിൽ ബേരിയം സോളോ ചെയ്യാം. അതായത് നമ്മൾ ഇതേപോലൊരു ഡൈസ് ഫോളോ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു GERD സംഭവം കാണാൻ പറ്റും. പിന്നെ നമുക്ക് 24 hour ഈസോഫേജിയൽ pH മോണിറ്ററിങ് ചെയ്യാം. അതായത് നമ്മൾ NG ട്യൂബ് വഴി ഒരു കത്തീറ്റർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 24 hours ഇതിൻ്റെ pH, അതായത് ഈ ഈസോഫേഗസിൻ്റെ അവിടെയുള്ള pH മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഗ്യാസ്ട്രിക് കണ്ടൻസ് മേളിലോട്ട് കയറി വരുവാണെങ്കിൽ അസിഡിക് pH അപ്പം റെക്കോർഡഡ് ആവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻഡോസ്കോപ്പി ചെയ്യാം. എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്കിനും ഈസോഫെജൈറ്റിസോ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് GER സ്കാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഇതേപോലൊരു ഫോളോ ചെയ്തിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ നമുക്ക് മൾട്ടി ചാനൽ ഇൻട്രാലൂമിനൽ ഇമ്പിഡൻസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു കത്തീറ്റർ നമ്മൾ അകത്തോട്ടിട്ടിട്ട് ആ കത്തീറ്ററിൽ ഇങ്ങനെ മെറ്റൽ റിങ്സ് പോലുള്ള സാധനങ്ങളുണ്ട്. അപ്പം ഈസോഫേഗസിൻ്റെ ഇമ്പിഡൻസ്, pH, മസിൽസിൻ്റെ കോൺട്രാക്റ്റിബിലിറ്റി, ഇതൊക്കെ നമുക്ക് ഈ ഒരു മൾട്ടി ചാനൽ ഇൻട്രാലൂമിനൽ ഇമ്പിഡൻസ് മോണിറ്ററിംഗ് വെച്ച് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് കൺസർവേറ്റീവ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്യാം. ലൈക്ക് കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫീഡ്സ് നമുക്ക് തിക്കൻ ചെയ്യാം. പിന്നെ നമുക്ക് പൊസിഷനിങ്, അതായത് നമുക്ക് നമ്മളിൽ മറ്റേ ലെഫ്റ്റ് സൈഡഡ് പൊസിഷനിൽ കിടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ബട്ട് നമുക്ക് പ്രോൺ പൊസിഷനിലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ അതത്ര നമ്മൾ പറയത്തില്ല. ആ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടക്കുക, അല്ലെങ്കിൽ നമുക്ക് പില്ലോ കുറച്ച് പൊക്കി വെച്ച് കൊടുക്കാം, അപ്രൈറ്റ് പൊസിഷനിൽ കിടത്താം. പിന്നെ ഇതിൻ്റെ നമുക്ക് ഫാർമക്കോളജിക്കലി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രോജൻ H2 റിസെപ്റ്റർ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യാം. ലൈക്ക് റാണിറ്റിഡിൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യാം, ലൈക്ക് ലാൻസോപ്രസോൾ, പാൻറ്റോപ്രസോൾ കൊടുക്കാം. അപ്പം ഇതൊന്നും കൊടുത്തിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇൻട്രാക്റ്റബിൾ GERD എന്ന് പറയാം. അതിന് നമുക്ക് സർജറി ആവശ്യമുണ്ട്. അതല്ല ഇപ്പം റിഫ്രാക്ടറി ഈസോഫെജൈറ്റിസ് ആണെങ്കിലും നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം എന്ത് സർജറി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫണ്ടോപ്ലൈക്കേഷൻ, അതായത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഫണ്ടസ് എടുത്തിട്ട് ഈസോഫാഗസിന് ചുറ്റും നമ്മൾ ചുറ്റി വെക്കും. അപ്പോഴത്തേക്കിനും ആ ഒരു ലോവർ ഈ ഗ്യാസ്ട്രോ ഈസോഫേജിയസ് സ്ഫിങ്ക്റ്ററിനകത്ത് കുറച്ചും കൂടി ഒരു കട്ടി വരും. സോ അത് നമുക്ക് ഈസോഫെജൈറ്റിസിന് യൂസ്ഫുൾ ആവും ആൻഡ് GERDക്കും യൂസ്ഫുൾ ആവും. സോ ഇതത്രയൊക്കെയാണ് നമ്മൾ GERDനെ പറ്റി മിനിമം അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ. താങ്ക് യു.